നെമ്മാറ പോത്തുണ്ടിയിൽ കൊല്ലപ്പെട്ട സുധാകരന്റെ മക്കളായ അതുല്യയെയും അഖിലയെയും കുഴൽമന്നം ചിതലിയിൽ വലിയമ്മയുടെ വീട്ടിലെത്തി കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല സന്ദർശിച്ചു. നഴ്സിംഗ് കഴിഞ്ഞ മൂത്ത മകൾക്ക് NHM ജില്ലാ ആശുപത്രിയിൽ ജോലി നൽകണമെന്നും ഇളയ മകളുടെ വിദ്യാഭ്യാസ ചിലവ് ഏറ്റെടുക്കണമെന്നും ആവശ്യപ്പെട്ട് മന്ത്രി വീണ ജോർജിനോട് അദ്ദേഹം ഫോണിൽ സംസാരിച്ചു. മന്ത്രി പറഞ്ഞത് ജില്ലാ ആശുപത്രിയിൽ ജോലി ക്രമീകരിക്കും, മൊബൈൽ നഴ്സിംഗ് കിടപ്പടുത്തം ഏറ്റെടുക്കും. അപ്പോൾ ജില്ലാ ശിശുക്ഷേമ ജില്ലാ വനിതാ വികസന ഉദ്യോഗസ്ഥന്മാരെ ഇന്ന് വൈകിട്ട് നാളെ ഇവിടെ വരും, അവരുടെ ക്രമീകരണം ചെയ്യും. അല്ല പഠിക്കട്ടെ, പഠിത്തം കഴിഞ്ഞിട്ട് അതിനുള്ള എല്ലാം ഈ നഴ്സിംഗ് കഴിഞ്ഞ കുട്ടിക്ക് ജില്ലാ ആശുപത്രിയിൽ ജോലി നൽകും. ബികോമിന് പഠിക്കുന്ന അതുല്യയ്ക്ക് തുടർ പഠനത്തിനുള്ള സാഹചര്യം ഒരുക്കുമെന്നും മന്ത്രി ഉറപ്പു നൽകിയിട്ടുണ്ട്. ഗാന്ധിഗ്രാം പദ്ധതിയിൽ നിന്നും 50,000 രൂപ നൽകുമെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. ജാമ്യത്തിലിറങ്ങിയ പ്രതി ജാമ്യ വ്യവസ്ഥ ലംഘിച്ചപ്പോൾ അറസ്റ്റ് ചെയ്യാതിരുന്നത് വലിയ വീഴ്ചയായെന്ന് ചെന്നിത്തല ആരോപിച്ചു. വാസ്തവത്തിൽ ഇത് ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവമാണ്. ജാമ്യത്തിലിറങ്ങുന്ന പ്രതി ജാമ്യ വ്യവസ്ഥ ലംഘിച്ചാൽ അപ്പോൾ തന്നെ അയാളെ അറസ്റ്റ് ചെയ്ത് വീണ്ടും ജയിലിൽ അടയ്ക്കാൻ കഴിയും. ഈ കുട്ടികൾ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പറഞ്ഞതാണ്, ഈ അച്ഛനെ കൊല്ലും അല്ലെങ്കിൽ അമ്മാമയെ ഭീഷണിയുണ്ട് എന്നെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഒരു ഗൗരവവും പോലീസ് എടുത്തില്ല. പോലീസിൻ്റെ ഭാഗത്ത് ഗുരുതരമായ വീഴ്ചയാണ്. അതൊരു SHOയെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് മാത്രം അവസാനിക്കുന്നില്ല. ഈ കുട്ടികളുടെ അമ്മയെ കൊന്നു, അത് കഴിഞ്ഞ് അച്ഛനെയും അമ്മാമയും കൊന്നു. ഈ കുടുംബത്തെ ആര് സംരക്ഷിക്കും? ആ പോലീസിൻ്റെ ഗുരുതരമായ വീഴ്ചയിലൂടെയാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. ജാമ്യ വ്യവസ്ഥ ലംഘിച്ച ആളിനെ അപ്പോൾ തന്നെ അത് ജാമ്യം ക്യാൻസൽ ചെയ്ത് അയാളെ ജയിലിലേക്ക് അയക്കേണ്ടതാണ്. അതുണ്ടാകാതെ പോയത് കൊണ്ടാണ് ഈ കുട്ടികൾക്ക് ഇപ്പം ഈ ഒരവസ്ഥ ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് ഈ സർക്കാർ ഈ കുട്ടികളെ ഏറ്റെടുക്കും. ഞാൻ മന്ത്രി വീണ ജോർജുമായി ഇപ്പോൾ ഫോണിൽ സംസാരിച്ചു. ഈ കുട്ടികൾക്ക് ഫോൺ കൊടുത്ത് മന്ത്രിയോട് ഈ കുട്ടികൾ സംസാരിച്ചു. നഴ്സിംഗ് പാസ്സായ കുട്ടിക്ക് ഇവിടെ ജില്ലാ ആശുപത്രിയിൽ ജോലി കൊടുക്കാമെന്ന് മന്ത്രി സമ്മതിച്ചിട്ടുണ്ട്. അതുപോലെ പഠനം നടത്തുന്ന ബികോമിന് പഠിക്കുന്ന അതുല്യയ്ക്ക് എല്ലാ സഹായവും ചെയ്തു കൊടുക്കാമെന്ന് ഇപ്പോൾ മന്ത്രി സമ്മതിച്ചിട്ടുണ്ട്. ജില്ലാ വനിതാക്ഷേമ ഉദ്യോഗസ്ഥന്മാർ ഇവിടെ വരും, ഇന്നോ നാളെയോ അങ്ങനെ വരും. ആ കാര്യങ്ങളെല്ലാം ക്രമീകരിക്കാമെന്ന് മന്ത്രി ഉറപ്പ് നൽകിയിട്ടുണ്ട്. അതിന്റെ ഫലമായി 2 പേരുടെ ജീവൻ നഷ്ടപ്പെട്ടു. പോലീസ് സ്റ്റേഷന് മുന്നിലുണ്ടായ പ്രതിഷേധം സ്വാഭാവികമാണ്. പ്രതിഷേധിച്ചവർക്കെതിരെ എടുത്ത കേസ് പിൻവലിക്കണമെന്നും ചെന്നിത്തല ആവശ്യപ്പെട്ടു. അവിടെ ഈ 2 പേരെ കൊന്ന സംഭവത്തിൽ ജനങ്ങൾ പ്രതിഷേധിക്കില്ലേ? പോലീസിൻ്റെ അനാസ്ഥ ജനങ്ങൾ പ്രതിഷേധിക്കില്ലേ? അത് ആ കേസൊക്കെ പിൻവലിക്കേണ്ടതാണ്, ഒരു സംശയം വേണ്ട കാര്യത്തിൽ. അത് ഞാൻ DGPയോട് സംസാരിക്കും. ശരിയല്ല ഇത്. കാരണം 2 കുഞ്ഞുങ്ങളെ അനാഥരാക്കി ഒരു കൊലപാതകി 3 പേരെ ആ വീട്ടിലുള്ളവരെ കൊന്നു. സ്വാഭാവികമായിട്ടും ജനങ്ങൾ പ്രതിഷേധിക്കില്ലേ? ഇത്രയെല്ലാം ഉണ്ടായോ അവിടെ? ഇത് കൂടുതൽ സംഭവം ഉണ്ടായതിനെ വല്ലതും വീണ്ടും അവരുടെ പേര് കേസെടുക്കുക, വീണ്ടും 3 കൊല്ലാൻ വേണ്ടി പരിപാടി ഇട്ട് നടക്കുന്നതാണ്. അപ്പോൾ സ്വാഭാവികമല്ലേ ജനങ്ങൾ പ്രതിഷേധിക്കുന്നത്. അതുകൊണ്ട് ആ കേസ് മുന്നോട്ട് കൊണ്ടുപോകരുതെന്ന് ഞാൻ DGPയോട് ആവശ്യപ്പെട്ടു. ഭാസ്കരക്കാരനവർ കൊലക്കേസിലെ പ്രതി ഷെറിന് 3 ജീവപര്യന്തം ശിക്ഷിക്കപ്പെട്ടിട്ടും ഒരു ജീവപര്യന്തം പോലും കഴിയും മുമ്പേ ജാമ്യം അനുവദിക്കാൻ മന്ത്രിസഭ തീരുമാനിച്ചത് ഞെട്ടിപ്പിച്ചുവെന്നും ചെന്നിത്തല പറഞ്ഞു. ജാമ്യത്തിനായി ഇടപെട്ട ഉന്നതൻ ആരാണെന്ന് മുഖ്യമന്ത്രി പറയണം. ആഭ്യന്തര ജയിൽ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി അറിയാതെ ഇത് നടക്കില്ലെന്നും ചെന്നിത്തല കൂട്ടിച്ചേർത്തു. എനിക്ക് മുഖ്യമന്ത്രിയോടാണ് ചോദിക്കാനുള്ളത്. ഏത് മന്ത്രി പറഞ്ഞാലും മുഖ്യമന്ത്രിയുടെ അനുവാദമില്ലാതെ ക്യാബിനറ്റിൽ അത് പ്ലേസ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ആഭ്യന്തര വകുപ്പിൻ്റെയും ജയിൽ വകുപ്പിൻ്റെയും ചുമതല വഹിക്കുന്ന മുഖ്യമന്ത്രിയാണ് ഒന്നാമത്തെ പ്രതി. നിഷ്ഠൂരമായ നിലയിൽ, എൻ്റെ വീടിനടുത്താണ് ഈ സംഭവം, നിഷ്ഠൂരമായ നിലയിലാണ് ഭാസ്കരക്കാരനെ വരെ കൊന്നത്. ആ പ്രതിക്ക് 3 ജീവപര്യന്തം കിട്ടിയിട്ട് ആ സ്ത്രീയെ പുറത്തുവിടണമെന്ന് പറഞ്ഞാൽ എന്ത് അടിസ്ഥാനത്തിലില്ല? തന്നെയുമല്ല, അവർക്ക് എന്നും പരോള് കിട്ടുമായിരുന്നു. ഇത്രയും ഏറ്റവും കൂടുതൽ പരോള് കിട്ടിയ ഒരാളാണിത്. ഈ സ്ത്രീക്ക് എങ്ങനെയാണ് ഇവർക്ക് ഇത്രയും പരോള് കിട്ടിയത്? ഈ ഉന്നതനായ ആളാരാണ്? ഈ ഉന്നതൻ മന്ത്രിസഭയിലെ അംഗമാണെങ്കിൽ അത് പുറത്തു വരണം. അതുകൊണ്ട് ഒരു കാരണവശാലും ഇത് അനുവാദം കൊടുക്കരുതെന്ന് ഞാൻ ഗവർണറോട് ആവശ്യപ്പെടും. ഇത് ഞങ്ങളുടെ നാട്ടിൽ നടന്ന ഏറ്റവും വലിയ നിഷ്ഠൂരമായൊരു കൊലപാതകമാണ്. ഇതൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. ഇതിന് മറുപടി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പറയണം. നാളെ ഈ ചെന്താമരയ്ക്ക് ഇതുപോലെ ആരെങ്കിലും സമ്മർദ്ദം ചെലുത്തി അയാൾ
അയാളെ പുറത്തു കൊണ്ടുവരുന്നില്ല എന്താണ് നമുക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നത് നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും? UTV ന്യൂസ്, പാലക്കാട്.